ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാട്ടിൽ ചക്കരക്കിഴങ്ങെന്നും മധുരക്കിഴങ്ങെന്നും അറിയപ്പെടുന്ന സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 400 ഗ്രാം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മധുരക്കിഴങ്ങ് വെന്ത് കിട്ടും. ഇതിങ്ങനെ പച്ചയോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ അധികം കാണപ്പെടുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇപ്പോൾ നമ്മളിത് മുഴുവൻ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാറാണ് പതിവ്. ഇന്ന് നമ്മൾ വെള്ളത്തിന് മുകളിലായിട്ട് ഓട്ടയുള്ള ഒരു പാത്രം വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ പുഴുങ്ങിയെടുക്കുക. ഇത് ഓരോ തട്ടിലായിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും. ഈ ഒരു കേക്ക് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത്, ഇങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ആപ്പിളാണ്. ഈ ആപ്പിൾ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നമുക്ക് ആപ്പിൾ തന്നെ വേണമെന്നില്ല, പൈനാപ്പിൾ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിളാണ്. ഇപ്പം നമ്മുടെ ആപ്പിളൊക്കെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാരയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ആപ്പിളിന് പകരമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആപ്പിളിന് പകരം തേങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയിൽ 2 ഏലക്കായും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളിത് നന്നായി ഇളക്കി കൊടുത്ത് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആപ്പിളും പഞ്ചസാരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഈ ഒരു സമയം നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയും 1 മുട്ടയും ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളയപ്പത്തിലൊക്കെ ഇടാറുള്ള ഡ്രൈ ഈസ്റ്റ് 1 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മധുരക്കിഴങ്ങിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു മാവ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മാവ് റെഡി ആവാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 1 കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ടോട്ടൽ 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ വെച്ച് കയ്യിലൊന്ന് തടവി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ മാവിനെ ബോളാക്കി എടുക്കുക. ഏകദേശം 7 ബോളോളം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോളാക്കി എടുത്തിട്ടുള്ള മാവിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആപ്പിളൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ആപ്പിളൊക്കെ ചൂടാറിയപ്പോൾ. ആപ്പിൾ നമ്മൾ പരത്തിയെടുത്ത മാവിലേക്ക് അല്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക.
നമ്മളിത് കവർ ചെയ്തതിന് ശേഷം ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. ഇനി ഇങ്ങനെ നമ്മളുടെ അടുത്തുള്ള മാവ് മുഴുവനും ഓരോരോ ബോളുകളാക്കി ആപ്പിൾ കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് കൊണ്ട് 7 ബോളുകളാക്കി ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ്. അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് എള്ള്. അതുപോലെ തന്നെ അതിനൊപ്പം വൈറ്റ് എള്ളും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ബൗളിൽ ഒരല്പം വെള്ളവും എടുത്തിട്ടുണ്ട്. എള്ളും നമ്മുടെ പരത്തിയെടുത്തുള്ള ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിൽ അല്പം വെള്ളം ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ എള്ളിലൊന്ന് 2 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഈ എള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഈ എള്ള് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നമ്മൾ എള്ളൊക്കെ കവർ ചെയ്ത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മാവിനെ ഒന്ന് മൂടി വെക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തതാണ്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മളിത് കവർ ചെയ്ത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത് ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വരും. നമ്മളിത് തുറന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മാവൊക്കെ. ഇനി ഇത് നമുക്ക് ഓരോന്നും എടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിനെക്കാട്ടി നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മുടെ പാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പാനൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്നൊരു 5 മിനിറ്റ് ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി 15 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ 10 മിനിറ്റിൽ ബേക്ക് ചെയ്തെടുത്തു. എന്നിട്ടത് മറിച്ചിട്ടതിന് ശേഷമാണ് 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത് കേക്ക് റെഡി ആയത്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ഒരു റെസിപ്പി ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും. ഇത് നല്ല ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയൊരു സ്നാക്കാണിത്. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.